നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങളാണ് ദിവസേന നടക്കാറ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ദിവസവും നേരിടേണ്ടതായി വരാറുണ്ട്. എന്നാൽ അടുത്തതായി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് ആർക്കും മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. എന്നാൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇന്നിവിടെ 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ളത് മഞ്ഞ ചെത്തിപ്പൂവും സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ളത് ചുവന്ന ചെത്തിപ്പൂവും ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ നിത്യവും വിളിക്കുന്ന ആ ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന ഈ 2 പുഷ്പങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഏറെ ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ള മഞ്ഞ ചെത്തിപ്പൂ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇപ്പോഴും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ പിന്തുടരുന്നു എന്നതാണ് സത്യം. അങ്ങനെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. എന്നാൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഫലം കണ്ടു തുടങ്ങുന്ന സമയമാണ് ഇനി വരുന്നത്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അതിന് നല്ലൊരു ഫലം കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ആവശ്യം നടന്നു കിട്ടുന്നതിലൂടെയാവാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നൽകുന്ന അംഗീകാരത്തിലൂടെയാവാം. വളരെ ഉറച്ച മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ മനസ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഈ ഒരു സമയം വളരെ ബുദ്ധിപരമായി ഏത് കാര്യവും കൈകാര്യം ചെയ്യുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് കൈവരും. നിങ്ങളുടെ മത്സരബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനം മൂലം നിങ്ങളിലേക്ക് വിജയം എത്തുമെന്നാണ് ഈ ഒരു ഫസ്റ്റ് പയൽ തിരഞ്ഞെടുത്തവരുടെ ഫലം പറയുന്നത്. അതുപോലെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എടുത്തുചാടി പ്രവർത്തിക്കാതിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാം. തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നു. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആ ഒരു സമയം എന്ത് തടസ്സമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അത് തിരിച്ചറിയാൻ ആ തടസ്സങ്ങളെ തരണം ചെയ്യുവാനുള്ള എല്ലാ ഊർജവും മനക്കരുത്തും നിങ്ങൾക്ക് ആ സമയം ഈശ്വര കൃപയാൽ ഉണ്ടാകും. നിങ്ങൾ ഈശ്വരൻ്റെ തുണയുള്ള വ്യക്തികൾ തന്നെയാണ്. വളരെയധികം ഈശ്വര വിശ്വാസികളാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്നു ഭവിക്കേണ്ട പല ആപത്തുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. അതെല്ലാം നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ്. വളരെയധികം ദുഃഖമുള്ള ഒരു മനസ്സാണ് നിങ്ങളുടേത്. ഈശ്വരവിശ്വാസം ഏറെ വേണ്ടിയ ഒരു സമയമാണ് ഇത്. അത് നിങ്ങളുടെ കർമ്മ മേഖലയിലെ പ്രവർത്തനത്തെ കൂടുതൽ മികച്ചതാക്കും എന്നൊരു സൂചനയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് ത്യാഗങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തന്നെയാണ്. എന്നാൽ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് പലരും നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അവരെ വെറുക്കാനാവില്ല. അത്തരത്തിൽ നന്മയുള്ള മനസ്സാണ് നിങ്ങളുടേത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാത്ത അവസ്ഥ ഇപ്പോൾ നിങ്ങൾ നിലവിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഇനിയുള്ള സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതെല്ലാം മാറി നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യത്തിൻ്റെ എല്ലാം ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും. അതുപോലെ പല കാര്യങ്ങളും ദോഷകരമായി വന്നു ചേരാനും സാധ്യതയുണ്ട്. അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. അതിനുള്ള അനുകൂല സമയമാണ് ഇനി കടന്നു വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായ മഞ്ഞ ചെത്തിപ്പൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.
അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് സെക്കൻഡ് പൈലായി നൽകിയിട്ടുള്ള ചുമന്ന ചെത്തി ആണെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാനുള്ള മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില നല്ല കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കാര്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ധാരാളം നേട്ടങ്ങളും വന്നു ചേരും എന്നൊരു ഫലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുവാൻ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ആത്മവിശ്വാസത്തോടും ഈശ്വരഭക്തിയോടും കൂടി നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുക. മുന്നിലെത്തുന്ന തടസ്സങ്ങളെല്ലാം തന്നെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ പ്രതിരോധിക്കുവാനുള്ള ആത്മവിശ്വാസവും കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന ഒരു സൂചനയാണ് ഇവിടെ കാണുന്നത്. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുക, ഇത്തരത്തിൽ നിങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എന്തു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ മനസ്സിന് നഷ്ടമായിരിക്കുന്ന ധൈര്യവും സമാധാനവും എല്ലാം തിരിച്ച് നിങ്ങളിൽ വന്നെത്തുന്നതാണ്. അതിനുവേണ്ട പല ഇടപെടലുകളും അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വന്നെത്തും. നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് താഴ്ത്തിക്കെട്ടുന്ന അവസ്ഥ, അതുപോലെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതെല്ലാം അവരെ കൊണ്ട് തിരുത്തി പറയാൻ ഇനി വരും നാളുകളിൽ സാധിക്കും. ചില ദുഃഖങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ അതിന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. വളരെയധികം മത്സരബുദ്ധിയോടെ ഇനി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനക്കരുത്തും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള നിരവധി അവസരങ്ങളാണ് ഇനി നിങ്ങളെ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ നിങ്ങളുടെ സ്വഭാവവുമായോ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.